അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യുദ്ധത്തിന് ശേഷവും യാത്രയിലും ഒക്കെ യുദ്ധമുതലുകൾ വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് വീതിച്ച് കൊടുക്കുന്നത്. മൻ ഖസമൽ ഗനീമത ഫി ഗസ്വി വ സഫരിഹി. റാഫി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു ദുൽ ഹുലൈഫയിൽ. ഞങ്ങൾക്ക് കുറച്ച് ആടുകളെയും ഒട്ടകങ്ങളെയും കിട്ടി. അദ്ദേഹം അത് വിതരണം ചെയ്തു. അതിൻ്റെ കണക്ക് 10 ആടിനെ ഒരു ഒട്ടകത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കിയത്. അപ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 ആടിനുണ്ടെങ്കിൽ 1,00,000 രൂപ ഒട്ടകത്തിന്. ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. 10 ആടുകൾ ഒരു ഒട്ടകത്തിന് തുല്യമാണ് റസൂലിൻ്റെ കണക്കനുസരിച്ച്. വഖാല റാഫിഉൻ കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ദിൽ ഖുലൈഫത്തി ഫഅസബ്നാ ഇബിലൻ വഗനമൻ ഫഅദല 10 മിനൽ ഗനമി ബഈരിൻ. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തു. എന്നിട്ട് അൽ ജീറാനയിലേക്ക് പോയി. അവിടെ ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ യുദ്ധമുതലുകൾ അവർക്ക് വീതം വെച്ചു കൊടുത്തു. അന്ന അനസൻ അഖ്ബറഹു ഖാല യഅ്തമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജിറാനതി ഹൈസു ഖസമ ഗനായിം ഹുനൈൻ. ഒരു മുശ്രിക്ക് ഒരു മുസ്ലിമിനെ കീഴ്പ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ കൊന്നപ്പോൾ യുദ്ധമുതലുകൾ പിടിച്ചെടുത്തു. മുസ്ലിമിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ വാള് പരിച്ച പടച്ചട്ട അങ്ങനെയുള്ള അല്ലെങ്കിൽ കുതിര എന്ത് വേണമെങ്കിലും ആവാം. അതായത് മുസ്ലിമിൻ്റെ കയ്യിലുള്ള യുദ്ധമുതലുകൾ ആളെ കീഴടക്കുകയോ കൊല്ലുകയോ ചെയ്തപ്പോൾ മുശ്രിക്കായ ഒരാൾ എടുത്തു. പിന്നീട് ആ മുസ്ലിം അയാളെ കീഴ്പ്പെടുത്തി അതെല്ലാം തിരിച്ച് പിടിച്ചു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉടമസ്ഥന് സാധനങ്ങൾ യുദ്ധമുതലുകൾക്ക് മേൽ അധികാരം ഉണ്ടോ, അതോ അത് മുസ്ലിങ്ങളുടെയും യുദ്ധമുതലുകളിലേക്കിട്ട് വീതം വെച്ചു കൊടുക്കേണ്ടി വരുമോ? ഇതാ ഗനിമൽ മുശ്രിക്കൂന മാലൽ മുസ്ലിമി സുമ്മ വജദഹുൽ മുസ്ലിം. നാഫി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇബ്നു ഉമറിൻ്റെ ഒരു കുതിര ഓടിപ്പോയി. അത് ശത്രുക്കളുടെ ഇടയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശത്രുക്കൾ അതിനെ പിടിച്ചെടുത്തു. പിന്നീട് മുസ്ലിങ്ങൾ ആ ശത്രുക്കളെ കീഴ്പ്പെടുത്തി. അപ്പോൾ കുതിരയെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ ആയിരുന്നു. കൂടാതെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായുടെ ഒരു അടിമ ഓടിപ്പോയി. എന്നിട്ട് ബൈസൻ്റൈൻ ആളുകളുടെ അതായത് ശത്രുപക്ഷത്തിൻ്റെ കൂടെ ചേർന്നു. മുസ്ലിങ്ങൾ അവരെ കീഴടക്കിയപ്പോൾ ഖാലിദ് ഇബ്ൻ അൽ വലീദ് ആ അടിമയെ തിരിച്ച് കൊടുത്തു. അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് തന്നെ കൊടുത്തു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ എടുക്കാം എന്നുള്ളതാണ്. നാഫിൻ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ദഹബ ഫറസുൻ ലഹു ഫഅഖദഹു അൽ അദു ഫളഹറ അലൈഹി അൽ മുസ്ലിമൂന ഫറുദ്ദ അലൈഹി ഫി സമനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബഖ അബ്ദുൽ ലഹു ഫലഹിഖ ബിർറൂമി ഫളഹറ അലൈഹി അൽ മുസ്ലിമൂന ഫറദ്ദഹു അലൈഹി ഖാലിദ് ഇബ്നുൽ വലീദ് ബഅദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാഫി വിശദീകരിക്കുന്നു, ഒരിക്കൽ ഇബ്നു ഉമറിൻ്റെ അടിമ ഓടിപ്പോയി ശത്രുപക്ഷം ബൈസൻ്റൈൻസിൻ്റെ കൂടെ പോയി ചേർന്നു. ഖാലിദ് ഇബ്നുൽ വലീദ് അയാളെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അബ്ദുള്ള തിരിച്ചു കൊടുത്തു, അതായത് ഇബ്നു ഉമറിന്. ഇബ്നു ഉമറിൻ്റെ തന്നെ ഒരു കുതിര ഒരിക്കൽ ഓടിപ്പോയി. അത് ബൈസൻ്റൈൻ ആളുകളുടെ കൂട്ടത്തിലേക്കാണ് പോയത്. അപ്പോൾ അത് അവരുടെ കൂട്ടത്തിലായി. പിന്നീട് ഖാലിദ് അതിനെ തിരിച്ച് കൊണ്ടുവന്നു. അത് അബ്ദുള്ളയ്ക്ക് തിരിച്ച് കൊടുത്തു. അഖ്ബർനി നാഫിഉൻ അന്ന അബ്ദൻ ലിബ്നി ഉമറ അബഖ ഫലഹിഖ ബിർറൂം ഫളഹറ അലൈഹി ഖാലിദ് ഇബ്നുൽ വലീദ് ഫറദ്ദഹു അലാ അബ്ദില്ല വഅന്ന ഫറസൻ ലിബ്നി ഉമറ ആറ ഫലഹിഖ ബിർറൂം ഫളഹറ അലൈഹി ഫറദ്ദഹു അലാ അബ്ദില്ല ഖാല അബു അബ്ദില്ല ആറ മുസ്തഖുൻ മിനൽ ഗൈരി വഹുവ ഹിമാറുൻ വഹ്ശിൻ ഐ ഹറബ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അദ്ദേഹം ഒരു കുതിരയെ ഓടിക്കുകയായിരുന്നു. ആ ദിവസം മുസ്ലിങ്ങൾ ബൈസൻ്റൈൻ ആളുകളുമായിട്ടുള്ള യുദ്ധത്തിൽ ആയിരുന്നു. മുസ്ലിം പട്ടാളത്തിൻ്റെ മേധാവി ഖാലിദ് ഇബ്നുൽ വലീദ് ആയിരുന്നു. അദ്ദേഹത്തിനെ അബൂബക്കർ ആണ് പട്ടാള മേധാവിയായി അവരോധിച്ചത്. പട്ടാളം കുതിരയെ എടുത്തുകൊണ്ട് പോയി. അതായത് ശത്രുപക്ഷത്തു നിന്നുള്ള പട്ടാളക്കാർ അവർക്ക് എൻ്റെ കുതിരയെ കിട്ടി. പിന്നീട് അവരെ തോൽപ്പിച്ചപ്പോൾ ഖാലിദ് ആ കുതിരയെ എനിക്ക് തിരിച്ച് തന്നു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു കാന അലാ ഫറസിൻ യൗമ ലഖിയൽ മുസ്ലിമൂൻ വ അമീറുൽ മുസ്ലിമീന യൗമഇദിൻ ഖാലിദ് ഇബ്നുൽ വലീദ് ബഅസഹു അബൂബക്കറിൻ അഖദഹുൽ അദുവ ഫലമ്മ ഹുസിമ അൽ അദുവ റദ്ദ ഖാലിദുൻ ഫറസഹു. പേർഷ്യൻ സംസാരിക്കുന്നതും അറബി സംസാരിക്കുന്നതും അപരിചിതമായ ഒരു
ഇപ്പം നമുക്കിപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ളവർ സംസാരിക്കുന്ന പോലെയല്ല മലയാളം കാസർഗോഡുള്ളവർ സംസാരിക്കുന്നത്, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ പേർഷ്യനും അറബിയും ഒരു പരിചിതമല്ലാത്ത സംസാര രീതിയിൽ സംസാരിക്കുന്നത്. മൻതക്കല്ലമ ബിൽ ഫാരിസിയ്യത്തി വർറത്താനത്തി. അള്ളാഹു അസ്സവജലിൻ്റെ വചനം നിങ്ങളുടെ ഭാഷകളുടെയും നിറത്തിൻ്റെയും വൈവിധ്യം അല്ലെങ്കിൽ വ്യത്യാസം ഉള്ളത്. 30-ാമത്തെ സൂറത്ത് 22-ാമത്തെ ആയത്ത് അള്ളാഹു വീണ്ടും പറയുന്നു, നാം സന്ദേശവാഹകരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ അയച്ചിട്ടില്ല അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നവർ അല്ലാതെ. 14-ാമത്തെ സൂറത്ത് 4-ാമത്തെ ആയത്ത്. വഖൗലില്ലാഹി അസ്സ വജല്ല വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും അർ-റൂം 22. വഖാല വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനിൻ ഖൗമിഹി ഇബ്രാഹിം 4. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ചോദിച്ചു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളൊരു ചെറിയ ആടിനെ അറുത്തു. ചെറുതെന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിലുള്ളത്. ഞങ്ങളുടെ കയ്യിൽ ഒരു സാഹ് ബാർലിയും ഉണ്ട്. ഏതാനും ആളുകളോടൊപ്പം താങ്കളെ ഞാൻ സദ്യക്ക് അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ ക്ഷണിക്കുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് എന്നിട്ട് ഭയങ്കര ഒച്ചയിലങ്ങ് വിളിച്ചു പറഞ്ഞു, അല്ലേ ആളുകളെ, അല്ലയോ ഖന്തക്കിൻ്റെ ആളുകളെ. അപ്പോൾ ഖന്തക്ക് കിടങ്ങ് യുദ്ധത്തിൻ്റെ സമയമാണ്. അപ്പോൾ വിളിച്ചു പറഞ്ഞു എല്ലാവരോടും, ജാബിർ സുർ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് ശരിക്കും വന്നത് റസൂലിനും ഏതാനും ആളുകളെയും വിളിക്കാം എന്ന് വിചാരിച്ചാണ്. റസൂൽ അവിടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരെ ഉറക്കെ വിളിച്ചു. അപ്പോൾ സുർ എന്ന് പറയുന്നത് പേർഷ്യനിൽ ആഹാരത്തിന് പറയുന്ന പേരാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഭാഷയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ അല്ലെങ്കിൽ അറബികൾ സംസാരിക്കേണ്ടതല്ലാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അതാണ് ഉദ്ദേശിക്കുന്നത്. സമയത്തു ജാബിർ ഇബ്ൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല ഖുൽതു യാ റസൂലുള്ളാഹ് ദബഹ്നാ ബുഖൈമതൻ ലനാ വതഹൻതു സാൻ മിൻ ശൈരിൻ ഫതാറ അൻത വനഫറുൻ ഫസ്വാഹ النبي صلى الله عليه وسلم فقال يا أهل الخندق إن جابرا قد صنع سورا فحي هلا بكم. ഉമ്മു ഖാലിദ് വിശദീകരിക്കുന്നു, ഖാലിദ് ബിൻ സയ്യിദിൻ്റെ മകളാണ്. ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് എൻ്റെ പിതാവിനോടൊപ്പം പോയി. ഞാൻ ഒരു മഞ്ഞ ഷർട്ട് അല്ലെങ്കിൽ മേലുടുപ്പ് ആയിരുന്നു ധരിച്ചിരുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സനാ സനാ. അബ്ദുള്ള ഇതിൻ്റെ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, സന എന്ന് പറഞ്ഞാൽ മനോഹരമായിരിക്കുന്നു എത്യോപ്യൻ ഭാഷയിൽ. അപ്പോൾ റസൂലിന് പല ഭാഷയിലുള്ള കുറച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. വലിയ പണ്ഡിതനല്ല, പക്ഷേ പല ഭാഷകളിലെയും കുറച്ച് വാക്കുകൾ അറിയാമായിരുന്നു. ഞാൻ എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 തോളുകൾക്കും ഇടയിൽ അദ്ദേഹത്തിൻ്റെ പുറകിലായിട്ടായിരിക്കും ഒരു അടയാളം ഉണ്ടായിരുന്നു. അതിനെ പ്രവാചകത്വത്തിൻ്റെ സീല് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് പ്രവാചകനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അടയാളമാണത്, തോളിൻ്റെ ഇടയിൽ പുറകിലായിട്ട്. അപ്പം ഞാൻ കൊച്ചുകുട്ടിയായതുകൊണ്ടായിരിക്കും അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് ഭയങ്കര രൂക്ഷമായി എന്നെ വഴക്ക് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവളെ വിട്ടേക്ക്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് ദീർഘായുസ് കിട്ടുന്നതിന് വേണ്ടി. ഇങ്ങനെയാണ് അദ്ദേഹം ദുആ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ഉടുപ്പ് തന്നെ നീ ഇടുക, അത് ഇട്ടിട്ട് പഴയതാവുന്നത് വരെ. എന്നിട്ട് നീ വീണ്ടും ഇടുക, അതിട്ടിട്ട് പഴയതാവുന്നത് വരെ. എന്നിട്ട് നീ വീണ്ടും ഇടുക, അതിട്ടിട്ട് പഴയതാവുന്നത് വരെ. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ കൂട്ടിച്ചേർക്കുന്നു, അവർ ഒരുപാട് ദീർഘകാലം ജീവിച്ചു അതേ മഞ്ഞ ഉടുപ്പ് ഇട്ടുകൊണ്ട് തന്നെ. പക്ഷേ അവസാനമായപ്പോഴേക്കും അതിൻ്റെ നിറം കറുപ്പ് ആയിരുന്നു, ഭയങ്കരമായ ഉപയോഗത്തിലൂടെ. അപ്പോൾ ദീർഘായുസിനുള്ള ദുആ സ്വീകരിച്ചു. عن أم خالد بنت خالد بن سعيد قالت أتيت رسول الله صلى الله عليه وسلم مع أبي وعلي قميص أصفر قال رسول الله صلى الله عليه وسلم سنة سنة قال عبد الله وهي بالحبشية حسنة قالت فذهبت ألعب بخاتم النبوة فزبرني أبي قال رسول الله صلى الله عليه وسلم دعها ثم قال رسول الله صلى الله عليه وسلم إبلي وأخلقي ثم إبلي وأخلقي ثم إبلي وأخلقي قال عبد الله فبقيت حتى ذكر. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അൽ ഹസൻ ഇബ്ൻ അലി സദക്കയുടെ ഈന്തപ്പഴത്തിൽ നിന്നും ഒരു ഈന്തപ്പഴം എടുത്തു. കൊച്ചുകുട്ടിയായിരുന്നു, ചിലപ്പോൾ പട്ടിണിയും പരിവട്ടവുമായിരിക്കും, അതല്ലെങ്കിൽ കുട്ടികൾ ഈന്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ട് കണ്ടപ്പോൾ എടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പേർഷ്യൻ ഭാഷയിൽ പറഞ്ഞു, കഹ് കഹ്, അതായത് വായിന്ന് തുപ്പിക്കളയുക അല്ലെങ്കിൽ വായിന്നെടുത്ത് ദൂരെ കളയുക എന്ന്.
നിനക്കറിയില്ലേ നാം സദക്ക ഭക്ഷിക്കാറില്ല എന്ന്. അതായത് സദക്കയായി കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളതോ. കാരണം സദക്ക എന്ന് പറയുന്നത് ആളുകളുടെ വിയർപ്പാകുന്നു. ഇതിൽ പ്രവാചകന്മാർ സാധാരണ സദക്ക കിട്ടുന്ന സാധനം ഭക്ഷിക്കാറില്ല, സമ്മാനമായി കൊടുക്കുന്നതോ ഒക്കെ പറ്റുള്ളൂ. സദക്ക പ്രവാചകന്മാർക്ക് പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അഹ്ലു ബൈത്തിനും സദക്ക പറ്റില്ല എന്നാണ്. റസൂലിൻ്റെ വംശപരമ്പരയിൽ വരുന്നവരൊക്കെ അഹ്ലു ബൈത്താണ് എന്ന് അവകാശപ്പെടുന്നവർ വല്ലവരുടെയൊക്കെ മുതലുകൾ വാങ്ങിച്ച് തിന്നാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. عن أبي هريرة رضي الله عنه أن الحسن بن علي أخذ تمرة من تمر الصدقة فجعلها في فيه فقال له النبي صلى الله عليه وسلم بالفارسية كخ كخ أما تعرق أن لا نأكل صدقة. الغلول യുദ്ധമുതലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു, അത് വിതരണം ചെയ്യുന്നതിന് മുമ്പ് അതിൽ നിന്നും ആരെങ്കിലും കട്ടാൽ. അൽ ഗുലൂൽ. അല്ലാഹു അസ്സ വജലിൻ്റെ വചനം, ആരെങ്കിലും ഒരാൾ പറ്റിക്കുകയും ആരെങ്കിലും ഒരാൾ അവൻ്റെ സഹചാരിയെ അല്ലെങ്കിൽ കൂട്ടുകാരനെ വഞ്ചിച്ചാൽ യുദ്ധ മുതലിൻ്റെ കാര്യത്തിൽ അവൻ അത് കൂടെ കൊണ്ടുവരുന്നതായിരിക്കും ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. എന്താണോ അവൻ അനധികൃതമായി അല്ലെങ്കിൽ അവകാശമില്ലാതെ എടുത്തത് അത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു സാധനം യുദ്ധം മുതലിൽ നിന്നുള്ള ഒരു തുണിയോ ഒരു ഒട്ടകമോ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെയും ചുവന്നുകൊണ്ട് മഹ്ശറിലേക്ക് ചെല്ലേണ്ടി വരും. മൂന്നാമത്തെ സൂറത്ത് 161 ആയത്ത്. ഖൗലില്ലാഹി അസ്സ വജല്ല വമൻ യഗ്ലുൽ യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ. ആല ഇംറാൻ 161. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു ഞങ്ങൾക്കിടയിൽ. എന്നിട്ട് പറഞ്ഞു, അൽ ഗുലൂൽ, അതിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഒരുപാട് ഊന്നി എടുത്തു പറഞ്ഞു. എന്നിട്ട് പ്രഖ്യാപിച്ചു, അത് ഒരു മഹാപാപമാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഗുലൂൽ ചെയ്യരുത്. ഗുലൂൽ എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ. അതായത് യുദ്ധം മുതൽ വീതം വയ്ക്കുന്നതിന് മുമ്പ് കൂട്ടിയിട്ടിരിക്കുന്നതിൽ നിന്നും അടിച്ചു മാറ്റുന്നത്. കാരണം നിങ്ങളിൽ നിന്നും ആരെയും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പ് ദിവസം നിങ്ങളുടെ തോളിൽ ഒരു ആട് ഇരുന്ന് കരയുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് മുകളിൽ ഒരു കുതിരയെ ചുവന്നുകൊണ്ട് വരുന്നു, എന്നിട്ട് ആ കുതിര അവിടെ നിന്ന് ചിഹ്നം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ പറയുന്നുമുണ്ടാവുമല്ല, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചോദിക്കൂ. അപ്പോൾ ഞാൻ മറുപടി പറയും, നിന്നെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല, കാരണം ഞാൻ നിനക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു തന്നിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ കഴുത്തിൽ ഒരു ഒട്ടകം ഇരുന്ന് മുരളുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ എന്നോട് ഒന്ന് പറയുമല്ല, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യൂ. അപ്പോൾ ഞാൻ പറയും, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, കാരണം നിനക്ക് ഞാൻ അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു തന്നിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തെറ്റുകളൊന്നും ചെയ്താൽ അതിന് ഒഴിവുകഴിവുകൾ ഇല്ല, ശിക്ഷ ഉറപ്പാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ മുസ്ലിമായതിനു ശേഷം ഇതൊന്നും ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ല. അതല്ലെങ്കിൽ വേറൊരാൾ കഴുത്തിൽ നിറച്ച് സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ ആയിട്ട് വരും, എന്നിട്ട് പറയും, അല്ലെ അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നീ ശുപാർശ ചെയ്യൂ. ഞാൻ പറയും, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, കാരണം ഞാൻ അള്ളാഹുവിൻ്റെ സന്ദേശം നിനക്ക് എത്തിച്ചു തന്നിരുന്നു. അതല്ലെങ്കിൽ വേറൊരാൾ തുണികൾ ചുമന്നുകൊണ്ട് വരും, അതെല്ലാം ഇങ്ങനെ പറക്കുന്നുണ്ടാവും തുണികൾ. അതായത് പടപടാന്ന് ഇപ്പോൾ ഒരു കാറൊക്കെ ഓടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഓടിപ്പോകുമ്പോൾ ഒരു കൊടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അടിച്ചടിച്ച് പറന്നുകൊണ്ടിരിക്കും. അതുപോലെ എന്നിട്ട് ആ മനുഷ്യൻ പറയുമല്ലേ, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യൂ. ഞാൻ പറയും, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, കാരണം ഞാൻ നിനക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു തന്നിരുന്നു. ഭയങ്കര മാരകമായൊരു സിറ്റുവേഷനാണ്, സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മളെല്ലാവരും. ഹദ്ദസനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാമ ഫീന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറൽ ഉലൂല ഫഅല്ലമഹു വഅല്ലമ അംറഹു ഖാല ലാ ഉൽഫിയന്ന അഹദകും യൗമൽ ഖിയാമത്തി അലാ റഖബതി ഷാത്തുൻ ലഹാ സുആഉൻ അലാ റഖബതി ഫർസുൻ ലഹു حمحمة يقول يا رسول الله أغثني فأقول لا أملك لك شيئا قد أبلغتك على رقبته بعير له رغاء يقول يا رسول الله أغثني فأقول لا أملك لك شيئا قد أبلغتك على رقبتي صامت فيقول يا رسول الله أغثني فأقول لا أملك لك شيئا قد أبلغتك وعلى رقبتي رقاء تخفق فيقول يا رسول الله أغثني فأقول لا أملك لك شيئا قد أبلغتك وقال أيوب عن أبي حيان فرسل له حمحمة. അള്ളാഹു അലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു.
നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.